എഗ് ഫ്രൈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കാം. 4 മുട്ടയാണ് പുഴുങ്ങാനായിട്ട് എടുത്തിരിക്കുന്നത്. മുട്ട പുഴുങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ടാൽ മുട്ട വേഗം തന്നെ പൊട്ടാതെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. മുട്ട പാകമാകുന്നതിനിടയ്ക്ക് നമുക്ക് എഗ് ഫ്രൈ ഉണ്ടാക്കുന്നതിനാവശ്യമായ കൂട്ട് തയ്യാറാക്കാം. ഇനി നമുക്ക് എഗ് ഫ്രൈ ഉണ്ടാക്കാനായ കൂട്ട് തയ്യാറാക്കാം. ആദ്യമായി 2.5 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിക്കനുസരിച്ച് എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ആവശ്യത്തിന്, ചതച്ച ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ അല്പം വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കേണ്ടതാണ്. വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം കൂടിപ്പോയാലും ശരിയാവില്ല. കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. ഈ ഒരളവിന് കുഴച്ചെടുക്കേണ്ടതാണ്. പുഴുങ്ങിയെടുത്ത മുട്ട തോടി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. നെടുകയാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ മഞ്ഞക്കരു പൊട്ടിപ്പോകാതിരിക്കാൻ നൂല് കൊണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നൂല് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മുട്ട 2ആയി കട്ട് ചെയ്യുമ്പോൾ നൂല് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മഞ്ഞക്കരു പൊട്ടാതെ നല്ല ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയും കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി ഉണ്ടാക്കിയ കൂട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് പുരട്ടിയെടുക്കാം. മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. വെള്ളം കൂടിപ്പോയാൽ നമുക്കത് ഇതേമാതിരി തേക്കാൻ കഴിയില്ല. അത് മുട്ടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 10-15 മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം. എല്ലായിടവും നന്നായിട്ട് തേച്ചെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ മുട്ടയും അരപ്പ് പുരട്ടി എടുക്കേണ്ടതാണ്. മുട്ടയെല്ലാം അരപ്പ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇത് അതിൽ പിടിക്കാനായിട്ട് വെച്ചിരിക്കാം. അടുത്തൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട മൊരിഞ്ഞ് വരാൻ 2-3 മിനിറ്റ് സമയമെടുക്കും. എണ്ണ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അടച്ച് വെച്ച് മൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. നാലും മറിച്ചിട്ടിട്ടുണ്ട്. രണ്ടോ 3 മിനിറ്റ് ഒന്നുകൂടെ മുരിച്ചെടുക്കാം. നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്.
എഗ് ഫ്രൈ റെഡി ആവാറായി. ആർക്ക് വേണം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എളുപ്പമാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇത് പാകമാവാറായി. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം, കുറച്ച് നേരം വെച്ചിരുന്നിട്ട് വേണം നമുക്കിത് കോരിയെടുക്കാൻ. അല്ലെങ്കിൽ മഞ്ഞൾക്കടി ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വരുന്ന സമയമാണ്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുക്കള നുറുങ്ങുകൾ. ഉള്ളി കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞാൽ കരയേണ്ടി വരില്ല.